ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ അഭിമന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, വികാരി ജനറൽ വലിയ റവറൻ KY ജേക്കബ് അച്ഛൻ, ഭദ്രാസന സെക്രട്ടറിയായി നാളിൽ സേവനമനുഷ്ഠിക്കുന്ന ഷിബു എബ്രഹാം ജോൺ അച്ഛൻ, ഭദ്രാസന സൺഡേ സ്കൂളിലെ വൈസ് പ്രസിഡൻ്റായി നാളിൽ പ്രവർത്തിക്കുന്ന റവറൻ സുരേഷ് വർഗീസ് അച്ഛൻ, വേദിയിൽ ആയിരിക്കുന്ന സൺഡേ സ്കൂൾ ഭദ്രാസന സൺഡേ സ്കൂൾ ഭാരവാഹികൾ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, മാതാപിതാക്കൾ, അധ്യാപകർ, സൺഡേ സ്കൂൾ പ്രവർത്തകർ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള എൻ്റെ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു വേദിയിൽ നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായിട്ട് നിൽപ്പാൻ വലിയവനായ ദൈവം എന്നെ ഇടയാക്കി, എന്നെ ബലപ്പെടുത്തുന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം എനിക്ക് അവസരം തന്ന എല്ലാവിധ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം, പ്രസംഗിക്കുമ്പോൾ എങ്ങനെ പ്രസംഗിക്കണമെന്ന് അധ്യാപകർ, ഞങ്ങളുടെ സെമിനാരി അധ്യാപകർ പഠിപ്പിച്ചപ്പോൾ ഓഡിയൻസിനെ കണ്ട് നോക്കി അവരെ മനസ്സിലാക്കി വേണം പ്രസംഗിക്കാനാണെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട തിരുമേനി പറഞ്ഞതുപോലെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കുഞ്ഞുങ്ങളാണ്, എൻ്റെ മുൻപിൽ അവരുടെ മാതാപിതാക്കൾ ഇരിപ്പുണ്ട്, അവരുടെ അധ്യാപകർ ഇരിപ്പുണ്ട്, സൺഡേ സ്കൂൾ പ്രവർത്തകർ ഇരിപ്പുണ്ട്, വൈദിക ശ്രേഷ്ഠർ ഇരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട തിരുമേനിയും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ ആരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള വലിയൊരു പ്രയാസം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ പ്രയാസം ഞാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടൊക്കെ പങ്കുവെച്ചപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച ഒരു ഉപദേശമാണ് ഓരോരുത്തർക്കും വേണ്ടി എന്തെങ്കിലും 2 കാര്യം പറയുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഞാൻ എടുത്തിരിക്കുന്ന ഭാഗത്തു നിന്നും പ്രസംഗിക്കുവാനായിട്ട് അത്രേ ആഗ്രഹിക്കുന്നു. അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ സമയക്കുറവ് മൂലം നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമായതുകൊണ്ടും 52-ാമത്തെ വാക്യം മാത്രം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നറിവാലെ ഹൃദയം നിറയ്ക്കുകേ, ജീവനാം നിൻ കൃപയാലെ ആത്മകൺ തുറക്കുകേ, ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യാസമ്പത്തും വാഞ്ചിക്കേണം കിഞ്ചിടേണം ക്രിസ്തുവേങ്കൽ കണ്ടെത്തും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ലതായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ പകൽക്കാലം നിന്റെ സന്നിധിയിൽ ദൈവവചനവുമായി നിൽക്കുവാൻ നൽകിയ അവസരത്തെ ഓർത്ത് നീയോട് സ്തുതിക്കുന്നു. ദൈവവചനം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ കേൾക്കുന്ന ഓരോരുത്തർക്കും, പ്രിയ കുഞ്ഞുങ്ങൾക്കും ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാനായിട്ട് ഇടയാക്കണമേ. കേൾക്കുന്ന ഓരോ വചനവും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ബലവും ശക്തിയും നൽകണമേ. പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. സർവ്വം യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്
ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ളതും പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു യാത്രയാണ് എന്നുള്ളതാണ്, ഒരു ജേർണി ആണെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു യാത്രയിൽ നമ്മൾ പുറപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു റൂട്ട് നമ്മൾ പിടിക്കുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല രീതിയിലുള്ള പാതയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നല്ല ടാറിട്ട റബ്ബറൈസ്ഡ് റോഡുകൾ കാണും. ചിലപ്പോൾ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ നമുക്ക് വലിയ പ്രയാസമില്ലാതെ നീങ്ങാവുന്ന റോഡുകൾ കാണും. ചിലപ്പോൾ നമ്മുടെ ജീവിതവും അതുപോലെയാണ്. എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കുകയില്ല. എന്നാൽ സന്തോഷത്തോടൊപ്പം നമുക്ക് ചില നൊമ്പരങ്ങളും ചില സങ്കടങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചേർത്ത് വരും. നമ്മുടെ ചില കുസൃതികൾ, കുഞ്ഞുങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടുന്നു, അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ചില കുസൃതികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ബോറടി മാറ്റുവാനായിട്ട് ഞാനൊരു കഥ പറയാം. നിങ്ങൾ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. കഥ ഇഷ്ടമാണോ? ആണ്. നിങ്ങൾക്ക് ബോബനും മോളിയെ പറ്റിയും കേട്ടിട്ടുണ്ടോ? അറിയാമോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കളിക്കുടുക്കയിൽ വായിച്ചിട്ടുള്ള ഒരു 2 ക്യാരക്ടറാണ് ബോബനും മോളിയും. ഒരു 2 ക്യാരക്ടറാണ് ബോബനും മോളിയും. ഈ ബോബനും മോളിയും നിങ്ങളെപ്പോലെ ഒരു 2 കുഞ്ഞുങ്ങളാണ്. വളരെ രസകരമാണ് അവരുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരുന്നപ്പോൾ അവരിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പനും അമ്മയും വലിയ ജോലിക്കൊക്കെ പോയി. അങ്ങനെ ജോലിക്ക് പോയ സമയത്ത് ഇവർക്ക് നല്ല വിശപ്പ്, അല്ലേ? നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ സ്നാക്സ് ഒക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡബ്ബയൊക്കെ തുറന്ന് എടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്, അല്ലേ? അതുപോലെ ഈ ബോബനും മോളിക്കും വിശന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ സ്നാക്സ് ഒന്നും തപ്പിയിട്ട് കിട്ടിയില്ല. പിന്നെ അവർ കണ്ടത് ഒരു പഴക്കൊല കണ്ടു. ആ പഴക്കൊല കണ്ടപ്പോൾ ബോബനും മോളിക്കും വിശപ്പ് കൂടി, അല്ലേ? നമ്മുടെ മുമ്പിൽ ഭക്ഷണം വെക്കുമ്പോൾ, ഇല്ലേ, അല്ലെ ചെറിയൊരു മണം അടിച്ചാൽ പറയും നമുക്ക് വിശപ്പ് വരും. അവർക്ക് വിശപ്പ് കൂടി. അങ്ങനെ ഇരുന്നപ്പോൾ അവർ പോയി എടുത്താലോ, ആ പഴക്കൊലയിൽ നിന്ന് ഒരു പഴം എടുത്ത് കഴിച്ചാലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ അവർ ചിന്തിച്ചു, എൻ്റെ അപ്പനും അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, കളവായി ഒന്നും ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഞങ്ങളുടെ അറിവില്ലാതെ ഒന്നും എടുക്കരുത് എന്ന് ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആകെ സങ്കടമായി. മോഷ്ടിക്കാതെ നമുക്കിതെങ്ങനെ കഴിക്കാം? അവരുടെ ചിന്ത അതാണ്. അങ്ങനെ അവർ നോക്കിയപ്പോൾ അവരുടെ കയ്യിൽ ഒരു 25 പൈസ ഉണ്ടായിരുന്നു. 25 പൈസ. ഇവർ ഈ 25 പൈസ എടുത്തിട്ട് മോളി ആദ്യം കൈ വെച്ചിട്ട് ബോബന് കൊടുത്തു. ഞാൻ 25 പൈസ തരാം, എനിക്കൊരു പഴം തരണമെന്ന് പറഞ്ഞു, പഴക്കൊല്ലയിൽ നിന്ന്. അങ്ങനെ 25 പൈസ കൊടുത്തു. ബോബനൊരു പഴം എടുത്ത് മോളിക്ക് കൊടുത്തു. അങ്ങനെ ബോബൻ്റെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? 25 പൈസയുണ്ട്. ഈ ബോബൻ 25 പൈസ എടുത്തിട്ട് മോളിക്ക് കൊടുത്തു. ഞാൻ നിനക്ക് 25 പൈസ തരാം, എനിക്കൊരു പഴം തരണമെന്ന്. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും 25 പൈസ കൊടുത്തും വാങ്ങിയും ആ പഴക്കൊല മൊത്തം തീർത്തു. ഞാൻ ഇത് പറയാൻ കാരണം, ഇന്നൊരു മെസ്സേജ് അല്ല നൽകുവാൻ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കുസൃതികളുണ്ട്, ചെറിയ ചെറിയ നല്ല അനുഭവങ്ങളുണ്ട്, ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കുറേ പേരുണ്ട്. നമുക്ക് പുതിയ നല്ല സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കും. നമുക്ക് മാതാപിതാക്കളെ ദൈവം ഒരുക്കി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ പോകുമ്പോൾ നല്ല അധ്യാപകരെ ദൈവം നൽകും. പിന്നീട് നമ്മൾ പോകുമ്പോൾ, നമ്മളൊരു പ്രായമാകുമ്പോൾ ജീവിത പങ്കാളിയെ ദൈവം നൽകും, കുടുംബം നൽകും. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചേർത്ത് ദൈവം നമുക്ക് തരും. നമുക്കറിയാം, ഈ യാത്ര ചെയ്യാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണോ? യാത്രകൾ ഇഷ്ടമാണോ? ഇന്ന് നമ്മൾ രാവിലെ ബസ്സൊക്കെ പിടിച്ചല്ലേ ഇവിടെ വന്നിരുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഈ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നവരൊക്കെയാണ്. ഈയിടയ്ക്ക് പോപ്പുലറായിട്ടുള്ളൊരു റീലാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. അവർ കംപ്ലീറ്റ് ചെയ്തു. മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. ഇങ്ങനെ യാത്രയെ പ്രണയിക്കുന്നവർ, യാത്രയെ ഇഷ്ടപ്പെടുന്നവർ, ഇല്ലേ? നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിലൊക്കെ എഴുതും യാത്രയെ പ്രണയിക്കുന്നവൾ. സ്ത്രീകൾ എഴുതും, പെൺകുട്ടികൾ എഴുതും യാത്രയെ പ്രണയിക്കുന്നവൾ, ആൺകുട്ടികൾ എഴുതും യാത്രയെ പ്രണയിക്കുന്നവൻ. ഇങ്ങനെ യാത്രയെ പ്രണയിക്കുന്ന, യാത്രയെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ എല്ലാവരും തന്നെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ജീവിതയാത്ര
എങ്ങനെയായിരിക്കണം, എപ്രകാരമായിരിക്കണം, ആരൊക്കെ ഉണ്ടാകണം എന്നാണ് ഈ ചെറിയ ധ്യാനത്തിൽ നിന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ, ഒരു ജീവിത യാത്രയിൽ ഏറ്റവും പരമപ്രധാനമായി ഉള്ള രണ്ട് വ്യക്തികളാണ് അവരുടെ മാതാപിതാക്കൾ എന്നുള്ളത്. അപ്പനും അമ്മയും, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ അങ്കിൾമാർ, ആൻറ്റിമാർ എല്ലാം ചേർന്ന ഒരു ചെറിയ ഒരു കുടുംബം. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെയധികം ഒരു പങ്ക് ഉണ്ട്. ഇന്ന് ഇവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് പേർ തന്നെയുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തിൽ ഒരു മാതാവിനെയും ഒരു പിതാവിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരാണ്? ഉറക്കെ പറഞ്ഞു. മറിയയും യോസഫും. ഇവരിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, കസ്റ്റംസ് ഫോളോ ചെയ്യുന്ന ഒരു കുടുംബം, പാരമ്പര്യങ്ങൾ, പൈതൃകങ്ങൾ, നല്ല പതിവുകൾ പിന്തുടരുന്ന മാതാപിതാക്കൾ. ഈ മാതാപിതാക്കൾ എല്ലാ വർഷവും യെരുശലേം ദേവാലയത്തിൽ പതിവ് പോലെ യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്നവരാണ്. ഈ യെരുശലേം ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത, 20 കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽ ഉള്ളവർക്ക് മാത്രം എല്ലാ വർഷവും ആനുവലി പോയാൽ മതി. എന്നാൽ സ്ത്രീകൾക്ക് നിർബന്ധമല്ല പോകണമെന്നുള്ളത്. പുരുഷന്മാർക്ക് 20 മൈലിനുള്ളിലുള്ളവർക്ക് എല്ലാ വർഷവും പോകണമെന്നുള്ളത്. എന്നാൽ അതിന് പുറത്തുള്ളവർക്ക് അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും യെരുശലേം ദേവാലയത്തിൽ പോയി, ഇപ്പോൾ പെസഹ ആചരിക്കുന്ന ഒരു സമയമാണ്, ആ സമയത്ത് ചെന്ന് ആചരിച്ചാൽ മതി എന്നുള്ള ഒരു നിയമങ്ങളൊക്കെയുള്ള ഒരു കാലഘട്ടം. എങ്കിൽ പോലും അവരുടെ സമയം, അവരുടെ സമ്പാദ്യം, ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നല്ല സമ്പാദ്യം ആവശ്യമാണ്, നല്ല ഒരു മണി നമുക്ക് ആവശ്യമാണ്. ഇത്രയും സമയവും സമ്പാദ്യവും ഉപയോഗിച്ച് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന യോസഫും മറിയയും നമുക്ക് നൽകുന്ന നല്ല പാഠമാണ് നല്ല പതിവുകൾ പിന്തുടരുക എന്നുള്ളത്. ഒരു നല്ല മോഡൽ പേരൻറ്റ് എങ്ങനെയുള്ളതാണെന്നുള്ളത്, മോഡൽ പേരൻറ്റിങ് എങ്ങനെയാണ് എന്നുള്ളത് ഈ യോസഫും മറിയയും നമ്മളെ പഠിപ്പിക്കുകയാണ്. മോഡൽ പേരൻറ്റിങ് ക്രിയേറ്റ്സ് എ മോഡൽ ചൈൽഡ്. മാതൃകാപരമായ ഒരു പേരൻറ്റിങ് നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയാകും. ഇന്ന് പല ടൈപ്പ് പേരൻറ്റിങ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നെന്നല്ല, എന്നുമുള്ളൊരു കാര്യമാണ്. ഇന്ന് അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ മാതാപിതാക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ പറ്റി ഹൈ എക്സ്പെക്റ്റേഷനാണ്. എൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് അവൻ വളരുന്ന നാളും അവൻ ജീവിക്കുന്ന കാലമൊക്കെയും എങ്ങനെ ആയിരിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന പേരൻറ്റിങ് ശൈലി. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകതയാണ് ഹൈ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നിയമങ്ങൾ, ഒത്തിരി റൂൾസൊക്കെ വെക്കും. നല്ല പണിഷ്മെൻറ്റാണ് കൊടുക്കും. നല്ല അടിയും നല്ല വഴക്കും ഒക്കെ കൊടുത്താണ് വളർത്തി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അതോറിറ്റേറിയൻ പേരൻറ്റിങ്ങുള്ള ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കൺട്രോൾഡ് ചൈൽഡായി മാറുമെന്നാണ്. അതായത് അവർക്ക് സ്വന്തമായി നിന്നുകൊണ്ട് ഒരു കാര്യം ഭാവിയിൽ അവരുടെ വളർച്ചയിൽ ചെയ്യുവാനായിട്ട് സാധ്യമാകാതെ തീരുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ തരം ഒരു പേരൻറ്റിംഗ് ഉണ്ട്, പെർമിസീവ് പേരൻറ്റിംഗ് എന്ന് പറയും. പെർമിസീവ് പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ അതോറിറ്റേറിയൻ പേരൻറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുക. അമ്മേ ഞാനത് മേടിച്ചോട്ടെ, ഇല്ല നമ്മൾ പോയി ചോദിക്കത്തില്ലേ മക്കളെ, എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഞാൻ അത് പോയി മേടിച്ചോട്ടെ, അത് പോയി മേടിച്ചോ മക്കളെ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് കൊടുത്ത് പോകുന്ന ഒരു പേരൻറ്റിങ് ശൈലി. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് സ്പോയിൽഡ് ചൈൽഡ് എന്ന് പറയും. ഒരു ഇൻഡൾജ് ചൈൽഡ്, സ്പോയിൽഡ് ചൈൽഡ്. പിന്നീടുള്ള പല പേരൻറ്റിങ്ങുകളൊക്കെ നമ്മളിന്ന് കാണും. ഹെലികോപ്റ്റർ പേരൻറ്റിങ് ഉണ്ട്. കുഞ്ഞിൻ്റെ മുകളിൽ ഇങ്ങനെ ഹെലികോപ്റ്റർ പോലെ ഇങ്ങനെ പറന്ന് നിൽക്കും. അവരെ അങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാനായിട്ട് സമ്മതിക്കാതെ ഇങ്ങനെ ഹെലികോപ്റ്റർ പറക്കുന്ന പോലെ നമ്മുടെ ഒരു വീക്ഷണത്തിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു
ഒരു രീതി. പിന്നെ നെഗ്ലക്റ്റ്ഫുൾ പേരൻറ്റിങ്. ഇന്ന് പല ബ്രോക്കൺ ഫാമിലികളിലും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നെഗ്ലക്റ്റ്ഫുൾ പേരൻറ്റിങ് എന്നുള്ളത്. ആ കുഞ്ഞ് എവിടെയാണ്, എങ്ങനെയാണ് ജീവിക്കുന്നത്, എവിടെ പോകുന്നു ഒന്നും അറിയാതെ ആയിരിക്കുന്ന ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മുടെ മോഡൽ പേരൻറ്റിങ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ ദാനമാണ് ഇവിടെ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഉള്ളത്. അവരെ ഒരു സ്പിരിച്വൽ പേരൻറ്റിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. സ്പിരിച്വൽ പേരൻറ്റിങ്, നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും ഈ സ്പിരിറ്റ് ബന്ധിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ഒരു സ്പിരിച്വൽ ബന്ധമായിരിക്കണം. ദൈവം നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം. അവരെ തളർത്തുകയല്ല, കുഞ്ഞുങ്ങളെ തളർത്തുകയല്ല, അവരെ വളർത്തുകയാണ് ആവശ്യം. കുഞ്ഞുങ്ങളെ തളർത്തുകയല്ല, അവരെ വളർത്തുകയാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ അവരെ വളർത്തുകയാണ്. അതിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് പോസിറ്റീവ് ഫീഡിങ്. ഇന്ന് പല കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്ത് മുൻപിൽ വരുമ്പോൾ നീ എന്തിനാടി അങ്ങനെ ചെയ്ത്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവരെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്ന ഒരു മനോഭാവം ഇന്ന് കണ്ടുവരുന്നു. എന്നാൽ ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും. മക്കളെ, അടുത്ത കഥയാണ്. ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും. ഓക്കെ, മൂത്ത സഹോദരനാണ്, ഇളയ സഹോദരിയാണ്. ഇപ്പോൾ അമ്മ ഒരിക്കൽ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വെളിയിലോട്ട് പോയി. വെളിയിൽ പോയി ഈ മൂത്ത സഹോദരനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എൻ്റെ കുഞ്ഞനീത്തിയെ നോക്കിക്കോണേ കേട്ടോ, അവനെ നോക്കിക്കോണം, കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കണം, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ്. പോയിട്ട് ഈ അമ്മ തിരിച്ചു വരുമ്പോൾ ഈ അമ്മ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ കുറച്ച് ഈ ഓയിൽ പെയിൻ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ മൂത്ത മോൻ ഓയിൽ പെയിൻ്റൊക്കെ എടുത്ത് തൻ്റെ അനീത്തിയുടെ പടം വരയ്ക്കാനായിട്ടൊരു ശ്രമം നടത്തി. അനീത്തിയുടെ പടം വരച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? അവിടെ ആ മേശയിൽ, ആ ഭിത്തിയിൽ, ആ കുഞ്ഞിൻ്റെ മുഖത്ത് എല്ലാം ഈ പെയിൻറ്റ് ആയി. ഇല്ലയോ? നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? നമ്മളാണ് ഈ കാഴ്ച കാണുന്നെങ്കിൽ എന്ത് ചെയ്യും? എവിടാ എൻ്റെ വടി, ഇല്ലയോ, എന്തുവാ നീ കാണിച്ച് എന്ന് പറഞ്ഞ് അവനെ ശരിയാക്കും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ശരിയാക്കും. എന്നാൽ ഈ അമ്മ ചെയ്തത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഈ അമ്മ ചെയ്തത് ആ മകനെ എടുത്ത് അവന് ഒരു ഉമ്മ കൊടുത്തു, ഒരു സ്നേഹ ചുംബനം കൊടുത്തു. എന്നിട്ട് ആ പടം എടുത്ത് നോക്കിയിട്ട്, അയ്യോ, എൻ്റെ സാലിമോളെയാണോ ഈ വരച്ച് വെച്ചേക്കുന്നേ എന്ന് അമ്മ ചോദിച്ചു. എൻ്റെ സാലിമോൾ, എന്ത് മനോഹരമായിട്ടാണ് മകനെ നീ വരച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ മകൻ വർഷങ്ങൾക്ക് ശേഷം കിങ് ജോർജ് മൂന്നാമൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റായി മാറിയ ബെഞ്ചമിൻ വെസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ഒരു കലാകാരനാക്കി, എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ഒരു കലാകാരനാക്കി. നമ്മുടെ സ്നേഹം നിറഞ്ഞ ചെറിയ ജസ്റ്റേഴ്സ് മതി നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിലും അവർ നല്ല മാക്സിമം വളർച്ചയിലേറ്റും എത്തിക്കുവാനായിട്ടും സാധിക്കും. പോസിറ്റീവ് ഫീഡിങ് ഇന്ന് നമുക്ക് മോഡൽ പേരൻറ്റിങ്ങിൽ ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പോസിറ്റീവ് ഫീഡിങ്, നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇവിടെ യേശുവിൻ്റെ മാതാപിതാക്കളും ചെയ്തത് അതുതന്നെയാണ്. നല്ല പതിവുകൾ പിന്തുടർന്ന് യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ സമയം ചിലവഴിക്കുവാനും പ്രേരിപ്പിച്ചു. നല്ല ഒരു പോസിറ്റീവ് ഫീഡിങ്. യേശു ക്രിസ്തുവിൻ്റെ ബാല്യം മുതൽ 33-ാം വയസ്സ് വരെയുള്ള യാത്രയിൽ ആ പോസിറ്റീവ് ഫീഡിംഗ് ആണ് യേശു കർത്താവിനെ ബലപ്പെടുത്തിയത് നമുക്ക് പറയാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. അപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ പോസിറ്റീവ് ഫീഡിങ് നൽകി നല്ല മോഡൽ പേരൻ്റ് ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത് കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഉള്ള പങ്ക് വഹിക്കുന്ന രണ്ടാമത്തെ കൂട്ടരാണ് നമ്മളെല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ഈ വേദിയിലും ഇവിടെ എല്ലാം ഇരിക്കുന്ന സഭ, ദൈവത്തിൻ്റെ സഭ. മെൻറ്ററിങ് ചർച്ച് ക്രിയേറ്റ്സ് എ സ്ട്രോങ് ചൈൽഡ്. മെൻറ്ററിങ് ചർച്ച് ക്രിയേറ്റ്സ് എ സ്ട്രോങ് ചൈൽഡ്. നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സഭ നല്ല ശക്തനായ ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുവാനായിട്ട് ഇടയാകും. ഒരു മെൻറ്റർ എന്ന് പറയുമ്പോൾ, ഒരു ഉപദേഷ്ടാവെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നല്ല അധ്യാപകൻ എന്ന് പറയുമ്പോൾ
കുഞ്ഞിന്, ഒരു വിദ്യാർത്ഥിക്ക് നല്ല ഡയറക്ഷൻ കൊടുക്കുന്ന ആളാണ്. നല്ല ഡയറക്ഷൻ, ഏതാണോ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള വഴി, ആ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് നല്ല മെൻറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ദൈവം നൽകിയ ഒരു നിയോഗമാണ്. ആ നിയോഗത്തെ മനസ്സിലാക്കി അവരെ നേർവഴിക്ക്, നല്ല വഴിയിൽ നടത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇവിടെ 46 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യേശു എന്ന ബാലൻ അവിടെ ഉപദേഷ്ടാക്കന്മാരുമായിട്ട് നടത്തുന്ന ഒരു ചർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഡിസ്കഷൻ നടക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നും പലപ്പോഴും നമ്മുടെയൊക്കെ സ്കൂളുകളിലും, നിങ്ങൾ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, എന്നാൽ പലയിടത്തും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ സൺഡേ സ്കൂളിലും നമ്മുടെ ടീച്ചേഴ്സ് വന്ന് മുന്നിൽ നിന്ന് അവർക്ക് റേഡിയോ ഓണാക്കി കൊടുക്കുന്ന പോലെ അവിടെ ഓണാക്കി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു പോവുക എന്നുള്ളതാണ്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സ്പേസ്, അവരെ സംസാരിക്കുവാൻ പ്രേരിപ്പിക്കേണ്ട ഒരു ആവശ്യകത പലപ്പോഴും മറന്നു പോകുന്നത് നമുക്ക് ഈ നാളുകളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഗീവ് സ്പേസ് ടു ദ ചിൽഡ്രൻ. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് ഉത്തരം പറയുവാനായിട്ട് പ്രേരിപ്പിക്കുക. അതോടൊപ്പം തന്നെ യേശു കർത്താവ് ചെയ്തതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ടും കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക. അതിന് കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കുവാനും നമ്മുടെ അധ്യാപകരായിരിക്കുന്നതും സഭയിലെ ഓരോരുത്തർക്കും അതിന് ഒരു കടമയുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഐഡിയോളജീസ്, നമ്മുടെ ചിന്താഗതികൾ കുഞ്ഞുങ്ങളിലേക്ക് കുത്തി ഇറക്കി കൊടുക്കുക എന്നുള്ളതല്ല, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ താലന്തുകൾ മനസ്സിലാക്കി, അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ അത്തരത്തിൽ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഇന്ന് സ്കൂളുകളൊക്കെ കാണുന്നത് ഈ കുഞ്ഞുങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കരിക്കുലമാണോ എന്നുള്ള സംശയമുണ്ട്. ഇത് അധ്യാപകർ അവരുടെ പഠനത്തിൽ നിന്നും അവരുടെ മികച്ച രീതിയിൽ നിന്നും ഉള്ള കഴിവുകളിൽ നിന്നൊക്കെ എഴുതി കൊടുക്കുന്ന പഠന പുസ്തകങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമാകുന്ന ഒരു നല്ല പഠനങ്ങൾ കരിക്കുലം ഡെവലപ്പ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചർച്ച് വിത്തൗട്ട് എ ഡിസ്കഷൻ ഈസ് നോട്ട് എ ചർച്ച്. സംസാരങ്ങളില്ലാത്ത തർക്കങ്ങളില്ലാത്ത ഒരു സഭയല്ല. എന്നാൽ ഒരു മാസ്റ്റർ ചർച്ചാണ്. ഒരു അടിമയെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അപ്രകാരമാണ് ആയിത്തീരുന്നത്. അങ്ങനെയല്ല, എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്ന, എല്ലാവർക്കും ഇടം കൊടുക്കുന്ന, എല്ലാവർക്കും അവസരം കൊടുക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുന്ന ഒരു സഭയായി, അധ്യാപകനായി മാറണം എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സംശയം പറഞ്ഞാണ് അവർ പഠിക്കുന്നത്. പല കാര്യങ്ങൾ സംശയങ്ങൾ ചോദിച്ചാണ് പഠിക്കുന്നത്. എൻ്റെ കസിൻ ബ്രദർ, അവൻ ചെറുപ്പത്തിൽ എന്നോട്, ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ അവൻ എന്നോട് ചോദിച്ചു, മക്കളെ അടുത്ത കഥയാണേ, എന്നോട് ചോദിച്ചു, ഈ അച്ചച്ച ഈ പട്ടി എങ്ങനെയാ കിളിച്ച് വരുന്നേ? ഈ പട്ടി എങ്ങനെയാ കിളിച്ച് വരുന്നേന്ന്. കാരണം അവൻ മനസ്സിലാക്കിയെന്നറിയാമോ, അവനോട് പറഞ്ഞു, മോനെ ആ ചെടി കിളിച്ച് വരുന്ന കണ്ടോ, അതിന് വെള്ളം ഒഴിക്കണമെന്നാണ് അവനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ കിളിച്ച് വളരുക എന്നുള്ളത് അവൻ്റെ മനസ്സിൽ എന്താണ്? കിളിച്ച് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ മോനെ നീ ചെടിയാണ് കിളിച്ച് വരുന്നത്, എന്നാൽ മനുഷ്യരോ അങ്ങനെ മൃഗങ്ങളോ ഒക്കെയാണ് അത് വളർന്നു വരിക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പട്ടി എങ്ങനെയാണ് വളരുന്നത് എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. ആ മകൻ, എൻ്റെ സഹോദരൻ അന്നിങ്ങനെ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് നമുക്കത് ക്ലാരിഫൈ ചെയ്യുവാനായിട്ട് സാധ്യമായി തീർന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിപ്പോൾ നീ അറിയേണ്ട ആവശ്യമില്ല, നീ അതൊന്നും ഇപ്പം അതൊക്കെ പിന്നെ അറിഞ്ഞാൽ മതി എന്ന് പറയുവാനായിട്ടല്ല, അത് മനസ്സിലാക്കി നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് അതവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, കൃത്യമായ മറുപടി പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അധ്യാപകർക്ക് വലിയൊരു റോള് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ട്. തിരുമേനി അത് ഓർപ്പിച്ചു. ഒരു വീഡിയോ ഞാൻ ഇപ്രകാരം കണ്ടു. വളരെ വിശിഷ്ടമായ കുറേ വ്യക്തികളെ, കുറച്ച് ആൾക്കാരെ വിളിച്ച് ഇതുപോലെ ഒരു ടേബിളൊക്കെ ഇട്ട് ഫ്രണ്ടിലിരുത്തുകയാണ്. 4 പേരാണ് അവിടെ ഉള്ളത്. എന്നിട്ട് വേറെ കുറേ ആൾക്കാരെയും കൂടെ വിളിച്ച് അതിൻ്റെ മുമ്പിൽ കസേര ഇട്ടു അവിടെ ഇരുത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഈ കസേര ഇരിക്കുന്നവരോട് ചോദിച്ചു, ഈ ഇരിക്കുന്നവരിൽ, ഈ 4 പേരിൽ
ഹൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചു. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഈ ഇരിക്കുന്നവർ മുമ്പിൽ കുറേ നെയിം ടാഗും ഉണ്ട്. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ക്യാപ്റ്റൻ ഇന്നയാൾ, രണ്ടാമത് നോക്കിയപ്പോൾ ഡോക്ടർ ഇന്നയാൾ, മൂന്നാമത് നോക്കിയപ്പോൾ ജഡ്ജ് ഇന്നയാൾ, നാലാമത് നോക്കിയപ്പോൾ ഒന്നുമില്ല, ഒരു പേര് മാത്രം. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു, ഈ ക്യാപ്റ്റനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. കാരണം അതിർത്തിയിലൊക്കെ പോയി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഇദ്ദേഹമാണ് ഏറ്റവും പ്രാധാന്യമുള്ള ആൾ. അടുത്ത ആളെ നോക്കിയിട്ട് പറഞ്ഞു, അടുത്ത ആൾ പറഞ്ഞു, അത് ആ ഡോക്ടറാണ്. നമ്മുടെ കോവിഡിൻ്റെ സമയത്തൊക്കെ ഇവരുണ്ടായതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യത്തോടെ ഇന്നും ജീവിക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത് ആ ജഡ്ജിനെ നോക്കി അടുത്ത ആൾ പറഞ്ഞു, ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നത് കൊണ്ടാണ്, നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുന്നത് കൊണ്ടാണ് ഈ ഇദ്ദേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തീരുന്നതെന്ന് ആ വ്യക്തിയും പറഞ്ഞു. എന്നിട്ട് അടുത്ത ഒരു ചോദ്യം അവരോട് ചോദിച്ചു, ഹൂ ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ഇതിലൊട്ടും പ്രാധാന്യമില്ലാത്ത ആൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഇരിക്കുന്ന ആ കസേരയിലിരുന്ന ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു, അതാണ്ട് ആ നാലാമതിരിക്കുന്ന സ്ത്രീയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു. വേറെ ഒന്നും ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ഡോക്ടറല്ല, ജഡ്ജല്ല, ക്യാപ്റ്റൻ അല്ല, ഒന്നുമല്ല എന്ന് പറഞ്ഞു. അടുത്ത ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പേരിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു ഡോക്ടറോ ഒരു എന്താ പറയുന്നത് ക്യാപ്റ്റനോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇനിയും അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഇവരാരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഈ നാലാമതിരിക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അറിയത്തില്ല. ഈ കമ്പയർ ചെയ്ത ആ വ്യക്തി പറയുകയാണ്, ഈ ഇരിക്കുന്ന സ്ത്രീ ഒരു സ്കൂൾ ടീച്ചറാണ്, ഈ ഇരിക്കുന്ന സ്ത്രീ ഒരു അധ്യാപികയാണ്, ഈ ബാക്കിയിരിക്കുന്ന 3 പേരെയും പഠിപ്പിച്ചത് ഈ സ്ത്രീയാണ്, ഈ ടീച്ചറാണ് ബാക്കിയിരിക്കുന്ന 3 പേരെയും പഠിപ്പിച്ചത്. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ ഒരു കുത്തൽ, ഹൃദയത്തിലുണ്ടായ ഒരു കുത്തൽ, ടീച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ്ലെസ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു സമൂഹമാണ് അധ്യാപകർ. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരും അത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെൽഫ്ലെസ്സായിട്ട് ജോലി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല ഭാവിയെ വാർത്തെടുക്കുവാനായിട്ട് അതിൽ കൂടെ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത് ഒരു മെൻറ്ററിങ് ചർച്ച് വിച്ച് വിൽ ക്രിയേറ്റ് എ സ്ട്രോങ് ചൈൽഡ്. 3, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഇത്രയും പേര് വിചാരിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ ആരോട് വിചാരിക്കണം? വേറെ ആരോട് വിചാരിക്കണം? നിങ്ങൾ വളർന്നു വരണമെങ്കിൽ വേറെ ആരോട് വിചാരിക്കണം? ദൈവം വിചാരിക്കണം. അതിനു മുമ്പ് വേറെ ആരെങ്കിലും വിചാരിക്കണോ? കുഞ്ഞുങ്ങൾ ഓരോരുത്തരും തന്നെ വിചാരിക്കണം, ഞാൻ ഇന്ന രീതിയിൽ വളർന്നു വരണം, എനിക്ക് ഇന്ന ലക്ഷ്യങ്ങളുണ്ട്, ഇന്ന ആഗ്രഹങ്ങളുണ്ട്, ദൈവത്തിനോടൊപ്പമായിരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത, ഒരു സ്വപ്നങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. ഈ മാതാപിതാക്കൾ യേശുക്രിസ്തുവിന് നൽകിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അവർ വസിക്കുന്ന ആ ലോകത്തിൽ ദൈവവചനം അറിയണം, അത് പഠിക്കണം എന്ന് അവരെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്കിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ദേ എംഫസിസ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അവർക്കിടയായി. അതുകൊണ്ടാണ് യേശു കർത്താവിന് ചെറുപ്പത്തിലെ അതിനുള്ള ജ്ഞാനം ലഭിച്ചതും അവരോട് സംസാരിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ഒക്കെ സാധിച്ചത്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അധ്യാപകരോട്, അച്ഛന്മാരോട്, ഇരിക്കുന്ന ഓരോരുത്തരോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് അതിനുത്തരം കണ്ടെത്തി മാത്രമേ നിങ്ങൾക്ക് വളരുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. കാരണം ഇന്ന് നമ്മുടെ ചുറ്റുമായിരിക്കുന്ന ലോകം നമ്മളെ എല്ലാ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പഠിപ്പിച്ച് തരുന്നില്ല. എന്നാൽ നമ്മളെ വേണ്ടാത്ത കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രവണതയെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇന്ന് പല കുഞ്ഞുങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പല കുഞ്ഞുങ്ങളെന്ന് പറയാൻ കാരണം 12-13 വയസ്സൊക്കെ തൊട്ടുള്ള, അതിലും കുറഞ്ഞ ഇവിടെ ഡി അഡിക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. പല കുഞ്ഞുങ്ങളും ഇന്ന് സ്കൂളുകളിലും അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള അഡിക്ഷൻസിൽ വീണു പോകുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പല സംഘർഷങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. പല രീതിയിലുള്ള ശാരീരികമായ
മിസ്യൂസുകൾ അനുഭവിക്കേണ്ടത് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ലോകത്തിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ടും ഒരു ധൈര്യം അവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കണം. കാരണം ഇന്ന് പലപ്പോഴും സാധിക്കാത്തൊരു കാര്യമാണ്. ഞങ്ങൾ ഇന്ന് മിഷൻ്റെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴും പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്, യെസ് പറയേണ്ടടുത്ത് എന്താ പറയണ്ടേ? യെസ്. നോ പറയണോ? യെസ് പറയണം. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എന്താ പറയണ്ടേ? യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം. നോ പറയേണ്ടടുത്ത് എന്താ പറയണം? നോ പറയണം. നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളെ എന്തെങ്കിലും ഉപയോഗിക്കുവാനായിട്ട്, മയക്കുമരുന്നുകളോ മദ്യപിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? നോ പറയണം. നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ആരെങ്കിലും തൊടുവാണെങ്കിൽ അവരോട് എന്ത് പറയണം? നോ പറയണം. നോ പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളോട് അത് അറിയിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട്, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളാണെന്ന് തോന്നുന്ന ഒരാളോട് നിങ്ങളത് അറിയിക്കണം. അത് ഇന്നിൻ്റെ ലോകത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഈ ഒരു ലോകക്രമത്തിൽ ധൈര്യത്തോടെ ആയിരിക്കാൻ, ദൈവ വിശ്വാസത്തിൽ ആയിരിക്കാൻ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സാധിക്കണം. നല്ല ജ്ഞാനം ലഭിക്കുവാനായിട്ട്, നല്ല വിസ്റ്റം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ ജ്ഞാനം ലഭിക്കുവാൻ ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം തരണമേ. ശരിയും തെറ്റും എന്തെന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം, ഒരു ജ്ഞാനം നൽകണമേ എന്ന് പറയുവാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ഫിസിക്കൽ അല്ലേ? നിങ്ങൾക്ക് നീളം വെക്കുന്നത് മാത്രമാണോ വളർച്ച? ആണോ? ഇല്ലേ? നമ്മൾ ഈ സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല ചില സമയമാകുമ്പോൾ, ഇല്ലേ? അവർക്ക് നീളമൊക്കെ വെക്കും, ഇച്ചിരി ആൺപിള്ളേർക്കൊക്കെ ഇച്ചിരി മീശയൊക്കെ കിളിക്കും, ഇല്ലേ? അങ്ങനെ നമ്മുടെ ശരീരത്തിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെ ശരീരത്തിൻ്റെ വളർച്ചയുണ്ട്. നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ഇമോഷനും എല്ലാം വളരേണ്ട, ഒരുമിച്ച് ഒരുപോലെ വളരേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ നല്ല ജ്ഞാനമുള്ളവരായി, വിവേക ബുദ്ധിയുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സാധിക്കണം. അതിന് നമുക്ക് ഏറ്റവും ആവശ്യമായ ഒന്നാണ് നല്ല ബന്ധങ്ങൾ, നല്ല റിലേഷൻഷിപ്പ്. ഇവിടെ 52-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നാണ് പറയുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യരായിട്ടുള്ള ബന്ധത്തിലും അവർ കൃപയിലും മുതിർന്നു വന്നു. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ്. നല്ല റിലേഷൻഷിപ്പ്, നല്ല സുഹൃത്തുക്കളെയാണ് നിങ്ങൾക്ക് ആവശ്യമാണോ? നല്ല സുഹൃത്തുക്കളുണ്ടോ നിങ്ങൾക്ക്? എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കളുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം നല്ല ഒരു സഹിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതോടൊപ്പം മാതാപിതാക്കളുമായിട്ടുള്ളൊരു ബന്ധം, നമ്മുടെ അധ്യാപകരുമായിട്ടുള്ളൊരു ബന്ധം, അതിലുമെല്ലാം ഏറ്റവും ഉപരി ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വളരുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂള്, ഇപ്പം ഇന്ന് പല പള്ളികളും കാണുന്നത് സൺഡേ സ്കൂളിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ല. അങ്ങനെയാണോ? നിങ്ങളെല്ലാം സൺഡേ സ്കൂളിൽ പോകുന്നവരാണോ? ആണോ? ഇവിടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം സൺഡേ സ്കൂളിൽ പോവോ? എന്തിനാ സൺഡേ സ്കൂളിൽ പോകുന്നത്? എന്തിനാ പോകുന്നത്? കറക്റ്റാണ് പറഞ്ഞേ. ദൈവവചനം പഠിക്കാനായിട്ട്. എന്തിനാ ദൈവവചനം പഠിക്കുന്നത്? എന്തിനാ ദൈവവചനം പഠിക്കുന്നത്? കേട്ടില്ല. ഉറക്കെ പറ. നല്ല കുഞ്ഞായിട്ട് വളർന്നു വരുവാനായിട്ടില്ലേ? ദൈവവചനമാണ് മക്കളെ നിങ്ങളെ ബലപ്പെടുത്തുന്നത്. ഈ ലോകത്ത് ജീവിക്കാനായിട്ട്, നല്ല ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട്, നല്ല കാര്യങ്ങളെ അതിൻ്റെ പുറകിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടൊക്കെ നിങ്ങളെ ബലപ്പെടുത്തുന്നത് ദൈവമാണ്. ദൈവത്തെ, യേശു കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് വളരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഞങ്ങൾ ഈ മിഷൻ ടു സ്കൂളിലൊക്കെ എടുത്തൊരു തീമാണ് റൈസ് അപ്പ് എന്നുള്ളത്. ഉയരുക എന്നുള്ളതാണ് തീം എടുത്തത്. ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഉയരാം എന്നാണ്. അതിന് ഞങ്ങളൊരു കോഡ് പഠിപ്പിച്ചു കൊടുത്തു. കോഡ് CODE. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം. കോഡ് C for courage, and O for optimism, and D for devotion, and E for energy. നല്ല ധൈര്യമുള്ളവരായി, നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവരായി
നല്ല അർപ്പണബോധമുള്ളവരായി, നല്ല എനർജി, ദൈവം നൽകുന്ന ആ വെളിച്ചത്തിൽ നിന്ന് ലഭിക്കുന്ന എനർജിയിൽ മുൻപോട്ട് ജീവിക്കുന്നവരായി തീരുവാൻ, ഇങ്ങനെ ഉയരുവാനായിട്ട് നമ്മുടെ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ വസിക്കുന്ന ഈ ലോകം നമ്മളെ വഴിതെറ്റിൽ നിന്നും ആ വഴിതെറ്റിലേക്ക് നയിക്കാവുന്ന ഒരു ലോകമാണ്. ഒരു ചെറിയ നൂൽപ്പാലത്തിൽ കൂടെ നടന്നു പോകുന്ന ഒരു അനുഭവമാണ്. ആ നൂൽപ്പാലം പൊട്ടാതെ, അതിൽ നിന്നും വഴുതി വീഴാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കേണ്ട ഇന്നിൻ്റെ ഒരു ആവശ്യകതയാണ്. നല്ല മോഡൽ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ നല്ല മോഡൽ പേരൻസായി, നമ്മുടെ അധ്യാപകർ, നമ്മുടെ സഭ നല്ല മെൻറ്റേഴ്സായി, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓരോരുത്തരും നല്ല സമർപ്പിത കുഞ്ഞുങ്ങളായി തീരുവാനായിട്ട് ഈ നാളുകളിൽ നിങ്ങൾക്കിടയാവണം. ഇപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല സമർപ്പണത്തോടുകൂടി ദൈവബോധ്യത്തിൽ മുൻപോട്ട് പോകാനായിട്ട് നിങ്ങളെ ഇടയാക്കട്ടെ. ഒരിക്കൽ കൂടി സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു, നിർത്തുകയാണ്. ഒരിക്കൽ കൂടി ഇപ്രകാരം എനിക്ക് അവസരം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.